എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ എന്നും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും യാത്രകൾ ചെയ്യാനും ആഗ്രഹമുള്ളവരാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കൂടുതൽ വ്യക്തമാവും. ഭക്ഷണം, വെള്ളം, സുരക്ഷിതമായ വാസസ്ഥലം, ഇതിലെല്ലാമായിരുന്നു ആദ്യകാലങ്ങളിൽ നമ്മൾ യാത്രകൾ ചെയ്തിരുന്നത്. വ്യവസായ വിപ്ലവത്തിന് ശേഷമാണ് വിനോദസഞ്ചാരം ഒരു പ്രധാന വിനോദമായിട്ട് വളർന്നു വന്നത്. ഗതാഗത സൗകര്യങ്ങളുടെ വർധനവ്, സാമ്പത്തിക ശേഷി, ഒഴിവു സമയം എന്നിവ കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം നൽകി. നമ്മുടെ മസ്തിഷ്കത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം എന്ന ഒന്നുണ്ട്. പുതിയൊരു അനുഭവം ലഭിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്ത് വരികയും ഇത് സന്തോഷവും സംതൃപ്തിയും നമുക്ക് നൽകുന്നുണ്ട്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന പുതുമയും ആകാംക്ഷയും ഈ റിവാർഡ് സിസ്റ്റത്തെ നമുക്ക് ഉത്തേജിപ്പിക്കുകയും യാത്ര ചെയ്യാനുള്ള ആസക്തി വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അടുത്തത് നോവൽറ്റി സീക്കിംഗ് ആണ്. മനുഷ്യരിൽ പലർക്കും പുതിയ കാര്യങ്ങൾ അറിയാനും അത് അനുഭവിക്കാനുമുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഇത് ഒരു ജനിതക പ്രവണതയായി നമുക്ക് കണക്കാക്കാം. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഈ നോവൽറ്റി സീക്കിംഗ് സ്വഭാവത്തെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നു. അങ്ങനെ ഓർമ്മയും പഠനവും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് യാത്രകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ മനുഷ്യന് യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അത് ചെയ്യാൻ സാധിക്കാത്തവർക്ക് യാത്രാനുഭവങ്ങൾ ലഭിക്കാനായിട്ട് പുസ്തകങ്ങളും ഓൺലൈൻ വീഡിയോസും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എസ്.കെ. പൊറ്റക്കാട്, രാജൻ കാക്കനാടൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള പലരുടെയും എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ യാത്രാനുഭവങ്ങൾ നമുക്ക് നൽകി എന്നത് വലിയൊരു സന്തോഷമായ ഒന്നാണ്. കാപ്പിരികളുടെ നാട്ടിൽ, ലണ്ടൻ നോട്ട്ബുക്ക്, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. മലയാളത്തിൽ ആദ്യമായി ദൃശ്യാവിഷ്കാര രൂപത്തിൽ സഞ്ചാര വിവരണം അഥവാ യാത്രാ വിവരണം കൊണ്ടുവന്നത് സഞ്ചാരം നസീറാണ്. അദ്ദേഹത്തിന്റെ ലോകം കാഴ്ചകളിലൂടെ എന്ന പരിപാടി 1990കളിൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുകയും അത് വളരെ ജനപ്രിയമാവുകയും ഒക്കെ ചെയ്തു. അദ്ദേഹമാണ് ടെലിവിഷൻ സ്ക്രീനിലൂടെ വിവിധ ദേശങ്ങളിലെ കാഴ്ചകളെയും സംസ്കാരങ്ങളെയും മലയാളിക്ക് പരിചയപ്പെടുത്തിയത്. പുസ്തകങ്ങളിലൂടെ മാത്രം പരിചിതമായിരുന്ന വിവരണങ്ങൾ അതൊരു ദൃശ്യമാനം നൽകിയത് സഞ്ചാരം നസീറാണ്. പിന്നീട് 2001 മുതൽ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം നമുക്ക് പരിചിതമായി തുടങ്ങി. ഇന്ന് യൂട്യൂബിൽ നിരവധി ട്രാവൽ ബ്ലോഗേഴ്സിനെ നമുക്ക് കാണാം. സ്വാഭാവികമായും യാത്രാ വിവരണങ്ങൾ ആസ്വദിക്കാൻ ഒരുപാട് പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് തന്നെ യാത്രാ വിവരണങ്ങളും യാത്ര ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നിരവധി യൂട്യൂബേഴ്സ് നമുക്ക് മുമ്പിലെത്തി. പലരും സിനിമാ താരങ്ങളെക്കാൾ വലിയ സെലിബ്രിറ്റികളായി മാറിയതും നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് നമുക്ക് കാണാം. അവരൊക്കെ വെറുതെ ഒരു യാത്രകൾ മാത്രം ചെയ്താൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അത് അവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വിവാദങ്ങൾ വരുത്തുക എന്ന വലിയ മാർക്കറ്റിംഗ് തന്ത്രം പലരും പയറ്റി തുടങ്ങി. അത് പ്രേക്ഷകർക്ക് വലിയൊരു ആവേശമായി മാറി. ഓരോ നാട്ടിലും തങ്ങൾക്കുണ്ടാവുന്ന ദുരനുഭവങ്ങൾ, തങ്ങളെ ചതിക്കുന്ന മറ്റ് യൂട്യൂബേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റുകൾ നമുക്ക് മുമ്പിൽ വന്നു. ഓരോ വിവാദങ്ങളും കൂടുതൽ സമ്പത്തും പോപ്പുലാരിറ്റിയും അവർക്ക് നൽകി. എന്തു കാര്യത്തിലും പുതുമ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ. നമുക്കൊന്നിലും തൃപ്തിയാവില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ എല്ലാം മടുത്തു തുടങ്ങും. അതുകൊണ്ട് തന്നെ മാറുന്ന പ്രേക്ഷകന്റെ പൾസറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ ഏതൊരു ബ്ലോഗർക്കും പിടിച്ചു നിൽക്കാനാവൂ. ഇത് മനസ്സിലാക്കിയ ഓരോ ബ്ലോഗേഴ്സും അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ബാക്ക് പാക്കർ അരുണിമയെ ചുറ്റിയുള്ള സംഭവങ്ങൾ. യാത്രയുടെ ഭാഗമായി അമേരിക്കയിലെത്തിയ അരുണിമ ഒരു വീട്ടിൽ താമസമാക്കുകയും പാതിരാത്രി അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കുകയും അത് വൈറലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നീട് ഇതിനെക്കുറിച്ച് ആ വീട്ടിലെ ഒരു പെൺകുട്ടി എടുത്ത വീഡിയോ അരുണിമയ്ക്ക് തിരിച്ചടിയായി മാറി. എന്തായാലും അതിൻ്റെ ഏത് വശമാണ് ശരിയെന്നും ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ജഡ്ജിയായി ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നോക്കുകയല്ല, പകരം
ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ന രീതിയിൽ സുജിത് ഭക്തൻ ഒരു വീഡിയോ ഇറക്കിക്കഴിഞ്ഞു. അതും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ്. പക്ഷേ ഇതൊരു അവസാനമല്ല. അരുണിമയുടെ ചാനൽ കൂടുതൽ പോപ്പുലർ ആവുകയും ആരാണ് അരുണിമ എന്ന് എന്നെ പോലെ ഒരുപാട് പേർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായാണ് ഈ യൂട്യൂബറെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ എന്നെ പോലെ കുറേ പേർ അരുണിമ എന്ന പേര് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിലൂടെ അവർക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുകയും ഇനി മുതൽ അവരുടെ വീഡിയോകൾ കൂടുതൽ റീച്ച് ആവുകയും കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. കാരണം കുറേ പേരുടെ ഫീഡിലേക്ക് ഇനി അരുണിമയുടെ വീഡിയോസ് വരും. അതിൽ പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പൊ കൂടുതൽ ഓഡിയൻസ് അതിന് കിട്ടിയേക്കാം. ഓരോ വിവാദങ്ങളും പ്രതിസന്ധികളുമാണല്ലോ ഓരോ നായകന്മാരെ സൃഷ്ടിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവും. ഒന്നുകിൽ ഒരു വിവാദത്തിലൂടെ എല്ലാം അവസാനിക്കും, അല്ലെങ്കിൽ ആ വിവാദത്തെ ഒരു വളമായി കണ്ട് കൂടുതൽ വളർന്ന് പന്തലിക്കാൻ അത് കാരണമാവും. അരുണിമയുടെ കാര്യം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ കൂടുതൽ വളരാനാണ് സാധ്യത. ഇതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാളുടെ വീട്ടിൽ സൗജന്യമായിട്ട് താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നിയമ പരിരക്ഷ ലഭിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇവിടെ പണം കൊടുത്ത് നമ്മളൊരു കരാറിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരാൾക്ക് ഒരു നിയമപരീക്ഷ നമുക്ക് താമസിക്കാൻ ഇത്ര കാലം നിൽക്കാം അല്ലെങ്കിൽ ഇന്നതൊക്കെ നമുക്ക് വേണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കില്ല. ആകെയുള്ളത് ഇൻഡിവിജ്വൽ പ്രയോറിറ്റി, അതായത് നമുക്ക് മനുഷ്യത്വം ചോദിക്കാം. അതായത് ഞങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം തരണം, നല്ലൊരു ബാത്റൂം തരണം എന്നൊക്കെ ആഗ്രഹിക്കാം. അവരോട് ഒരു നന്ദിയോടെ സ്മരിച്ച് അല്ലെങ്കിൽ സന്തോഷത്തോടെ മുമ്പോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾക്ക് വിരോധമൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അവരുടെ പരിഗണനയുടെ പുറത്ത് അവിടെ നിൽക്കാമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് നിയമം പരിരക്ഷ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് കണ്ടത്. പിന്നെ നമുക്ക് മനുഷ്യത്വപരമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനോ ക്രൂരമായ രീതിയിൽ സംസാരിക്കാനോ ഒന്നും നമുക്ക് എതിരെ അവർക്ക് സാധിക്കില്ല എന്നത് മാത്രമേ അവിടെയുള്ളൂ. അല്ലാതെ നിയമപരിരക്ഷ ഒന്നും ഈ കാര്യത്തിൽ ലഭിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നമ്മൾ പണം അടച്ച് വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ വാടക കരാറുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള എഗ്രിമെന്റുകൾ അവിടെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ ഒരാളുടെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവരുടെ വിശാല മനസ്കത കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു കനിവായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറക്കി വിട്ടു എന്നതിൽ മാനുഷിക പരിഗണന മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെ ചെയ്യരുതേ, അയ്യോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ, അവർ ഇറക്കിയ ഒരു വീഡിയോ കാണുമ്പോൾ ഈ സ്ത്രീക്ക് എതിരായിട്ടാണ് ആ വീഡിയോ പറയുന്നത്. കാരണം അവർ പറഞ്ഞത് ഇപ്പോൾ പെട്ടെന്ന് ഇറങ്ങണമെന്നല്ല, 2 ദിവസത്തിനുള്ളിൽ ഒരു വീട് കണ്ടെത്തണമെന്നും അത് കഴിഞ്ഞാൽ മാറണമെന്നും. കാരണം അവിടെ വന്നിട്ടുള്ള കൊച്ചുമകൾക്ക് അവിടെ താമസിക്കാനായിട്ട് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട അവസരം അവിടെ കിട്ടണമെങ്കിൽ ഈ കുട്ടി ഇവിടെ നിന്ന് മാറുക തന്നെ വേണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പല വീഡിയോ ക്ലിപ്പുകളും പലതരത്തിൽ വരുന്നുണ്ട്. ഇതിനെതിരെ സുജിത് ഭക്തന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിനെതിരെയും പല വീഡിയോകൾ ഇപ്പോൾ വന്നു. അരുണിമ പറഞ്ഞതാണ്, അരുണിമ ഇറക്കിയ ക്ലിപ്പാണെന്നും പറഞ്ഞൊക്കെ പല രീതിയിൽ വീഡിയോസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും നിജസ്ഥിതി അറിയില്ല. അപ്പോൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, യൂട്യൂബ് കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇടയ്ക്ക് വിവാദങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ വിവാദങ്ങളിലൂടെ അവർ ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന കാഴ്ച കാണാം. മുമ്പ് 1 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനൽ പിന്നീട് 5 ലക്ഷമാവും, 10 ലക്ഷമാവും, 1000ഉം 10,000ഉം കടന്ന് അങ്ങനെ കയറി വരുന്ന പല ചാനലുകളും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ട് നിരവധി ചാനലുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാനലുകളുടെ രീതിയിലേക്ക് നമുക്ക് അരുണിമയുടെ ചാനലും ഒപ്പം തന്നെ ചിലപ്പോൾ സുജിത് ഭക്തന്റെ ചാനലും ഇതിലൂടെ കുറച്ചുകൂടി ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ഞാൻ ഇത് മുതലെടുത്തു എന്നല്ല പറയുന്നത്. പക്ഷേ ഇതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവും എന്ന് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ട്രാവൽ ബ്ലോഗേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അരുണിമയെക്കുറിച്ചും ട്രാവൽ ബ്ലോഗേഴ്സിനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.